കാണുന്നുണ്ട്. പുറത്തെ ലൈറ്റ് ഇടുക. സ്റ്റേജിൽ കയറരുത്, സ്റ്റേജിൽ കയറരുത്, സ്റ്റേജിൽ കയറുന്നത്. ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേജിൽ ചേട്ടാ സ്റ്റേജിൽ കയറരുത്. കാരണം ഇവിടെ ചേട്ടാ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. കാരണം അവിടെ ഗംഭീരമായിട്ട് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് സർക്കാരിനെ സഹായിച്ചാണ് അത്ര വലിയ തെറ്റ്. എന്ത്? ഞാൻ രാവിലെ തൊട്ട് വിവരം പോയി സാധനം മേടിച്ച് കാശ് കൊടുത്തിട്ട് ഇപ്പൊ ഞങ്ങൾ തെറ്റുകാരി. ചേട്ടാ ഇതൊന്നും അല്ല ഇവിടെ വേണ്ടത്. ഞാനൊരു കലാകാരനാണെങ്കിൽ കയറി വന്നിരിക്കുന്ന ഒരു കാര്യം പറയുന്നത് എന്താണ്? എന്താണ്? നിനക്ക് എന്നെ മനസ്സിലായില്ലല്ലോ അല്ലേ? ഇല്ല, മനസ്സിലായില്ല. ഇവിടെ കഴിവുള്ള കലാകാരന്മാർക്ക് പരിപാടി അവതരിക്കാനുള്ള അവസരം തരും. മനസ്സിലാക്കാത്ത ഭാഗ്യം. എന്താണ്? ഞാൻ ഹേമ കമ്മീഷനിൽ വന്നേനെ. ഹേമ കമ്മീഷൻ? ചേട്ടന് അമ്മ സംഘടനയിലുണ്ടോ? എടാ ഒരു പൊടിനായിട്ട് 2-3 മാസങ്ങളുടെ വ്യത്യാസം രക്ഷപ്പെട്ടു പോയല്ലേ? എന്ത്? അതായത് ഈ ഹേമ കമ്മീഷൻ എന്ന് പറയുന്നത് ഡോറയിൽ മുട്ടുമ്പോഴാണ് എൻട്രി കിട്ടുന്നത്. ഞാൻ ഒരു 3-4 മാസം മുമ്പ് ഞാൻ കള്ളു കുടിച്ച് എത്രയൊക്കെ വീട്ടിലുള്ള ഡോറയെ മുട്ടിന്നറിയോ വില മാറിപ്പോയിട്ട്. അല്ല ഞാനൊരു കമ്മീഷനില്ല. ഞാനൊരു കാര്യം ചോട്ടെ, ചേട്ടൻ അമ്മ സംഘടനയിലുണ്ടോ? പിന്നെ അമ്മ സംഘടന ഉണ്ടോന്ന് അച്ഛനുമായിട്ട് എല്ലാ സംഘടന പറയും. സുഹൃത്ത് താങ്കളൊരു കാര്യം മനസ്സിലാക്കണം. ഇനി നമ്മൾ ഓരോ വീട്ടിലൊക്കെ പോയി തട്ടി വിളിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചിന്ത വേണം. നമ്മൾ ചിന്തിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. എനിക്ക് ചിന്തയില്ലെന്ന്, ഞങ്ങൾ കള്ളൂടിയന്മാർക്ക് ചിന്തയില്ലെന്ന്. എന്ത്? എനിക്ക് അത്ര ഓവർ ചിന്തയുള്ളവനെ. അല്ല എന്ത് ചിന്തയാണ്? ഞാൻ പറയാം, ഞാൻ കഴിഞ്ഞ ദിവസം വിവരയിലേക്ക് പോകുന്നു. സൈക്കിളുമായിട്ടാണ് പോണേ. സൈക്കിളുമായിട്ട് അവിടെ ചെന്നേച്ച് ഞാൻ നോക്കിയപ്പോ ചില്ലൂപ്പി ഫുള്ള് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്കൊരു ചിന്ത, ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ സൈക്കിൾ എങ്ങാനും മറിഞ്ഞ് ഈ കുപ്പി പൊട്ടുവന്നു. നല്ലൊരു ചിന്താഗതിയാണ്. ഇത്ര നല്ല നല്ലൊരു കൈ കൊടുക്കാട്ടോ. ഇത്ര നല്ല ചിന്താഗതി നമ്മൾ ഈ മനുഷ്യനെ കുറിച്ച് എത്ര പ്രതീക്ഷിച്ചില്ല, എത്ര ചിന്തയുണ്ടെന്ന്. അടിച്ചു കയറി എന്നിട്ട് അങ്ങനെ ചിന്തിച്ചു. അപ്പൊ ഞാൻ ചിന്തിച്ചു വീണ്ടും ഫുള്ള് മുഴുവൻ അവിടെ നിന്ന് അടിച്ചുകൊണ്ടാണ് പോവാ. വീണ്ടും ചിന്ത കൊടക്ക് കയ്യടി. വീണ്ടും ചിന്ത ഓക്കെ ആണ്. അവിടെ എന്റെ ചിന്ത കറക്റ്റായിരുന്നു. പോണ വഴിക്ക് ഞാൻ 9 പ്രാവശ്യം വീണ. ഞാനത് ഫുൾ അടിക്കാണ്ട് എന്റെ കൈ പിടിച്ചിട്ട് പോയത് ഞാൻ വീട്ടിലിരുന്ന് പൊട്ടിപ്പൂലായിരുന്നു കുപ്പി. ചേട്ടാ ഇങ്ങനെ ചിന്തിച്ച് നടന്നിട്ട് കാര്യമില്ല. നമ്മളിങ്ങനെ ഈ കള്ളുപിടിച്ച് കാണുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ കച്ചവടമൊക്കെ തുടങ്ങി ജീവിക്കാൻ പാടില്ല. ഞാൻ ചെയ്തല്ലേ. എന്ത് കച്ചവടം? ഞാൻ നിത്യോപയോഗ സാധനത്തിന്റെ കച്ചവടം തുടങ്ങിയതാ. എന്ത് കച്ചവടമാണ്? ഷഡ്ഡി കച്ചവടം. ചേട്ടാ അതൊക്കെ വലിയ നിത്യോപയോഗ സാധനമാണോ? നിനക്കല്ലായിരിക്കും, പക്ഷെ ഞങ്ങളൊക്കെ നിത്യം ഉപയോഗിക്കുന്നുണ്ട്. ചേട്ടാ അങ്ങനെ പറഞ്ഞ ഞാനൊരു കാര്യം പറയട്ടെ. ചേട്ടൻ എന്താന്ന് വെച്ചാൽ നമ്മള് അതായത് നാട്ടുകാരെ നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയും. ചേട്ടൻ നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പാടില്ലാത്ത കാരണം ഈ ചേട്ടന്റെ ഭാര്യ ഇലക്ഷന് മത്സരിച്ചപ്പോ ഇദ്ദേഹം കുത്തിയില്ല. ഇദ്ദേഹം കുത്തിയില്ലാന്ന് മാത്രമല്ല, ഇയാളുടെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് പറഞ്ഞു ആരും കുത്തരുത്, കുത്തി കഴിഞ്ഞ ഭാര്യ തോറ്റുപോകുന്നു പറഞ്ഞ ഒറ്റ മനുഷ്യരെ ഇയാൾ കുത്തിച്ചില്ല. അറിയാമോ? അങ്ങനെ ഏതെങ്കിലും ഒരാള് സ്വന്തം ഭാര്യ മത്സരിക്കുമ്പോൾ അങ്ങനെ ചെയ്യൂ? ഞാൻ കുത്തിയിരുന്നെങ്കിൽ എന്റെ കൂട്ടുകാരന്മാര് കുത്തിയിരുന്നെങ്കിൽ പൊട്ടിയാലേ. ചേട്ടാ കുത്തിയാലല്ലേ ജയിക്കുള്ളൂ. അല്ലെന്ന് അവളുടെ ചിഹ്നം ബലൂണായിരുന്നു. ഒരുത്തരം ഞാൻ കുത്തിച്ചില്ല. എന്റെ ഭാര്യനെ പൊട്ടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചേട്ടന് സ്ത്രീ ശക്തിയെ കുറിച്ച് അറിയാൻ പാടില്ലാത്തതാണ്. സ്ത്രീ ശക്തിയെ കുറിച്ച് അറിയാൻ പാടില്ലാത്തതാണ്. സ്ത്രീ ശക്തി എനിക്കറിയാം. ചൊവ്വാഴ്ച 3 മണിക്ക് നറുക്കെടുക്കുന്ന ലോട്ടറി ഞാൻ എടുക്കാറുണ്ട്, പക്ഷെ അടിക്കാറില്ല. ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ നമ്മൾ എന്തിനാന്ന് വെച്ചാൽ ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ഇവിടെ വന്ന് ചെയ്യുക. അതിനുള്ള അവസരമായിരുന്നത് ചേട്ടൻ കയറി വന്ന് നശിപ്പിക്കരുത്. ചേട്ടൻ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ഇവിടെ ചെയ്യുക. ഞാൻ മിമിക്രി കാണിക്കാം. എന്റെ പൊന്നു ചേട്ടാ, മിമിക്രി ഒന്നും കാണിച്ച കയറുന്ന വേദിയല്ലത്. പിന്നെ നീ എന്നെ കാണിക്കാൻ പോണേ? അല്ല ഞാൻ പറഞ്ഞത് ഞാൻ കഴിവുള്ള പാട്ട് പാടാനോ ഡാൻസ് ചെയ്യാനുള്ള അവസരം കൊടുക്കില്ല. ഞാൻ മിമിക്രി കാണിക്കും. ചേട്ടൻ മിമിക്രി കാണിക്കണം. എന്ത് മിമിക്രി കാണിക്കും? മിമിക്രി കാണിക്കുന്നത് പടക്കം പൊട്ടുന്ന ശബ്ദം ഞാൻ ചെയ്യും. പടക്കം പൊട്ടുന്ന ശബ്ദം ഈ നിങ്ങളെ കൊച്ചു വരെ ചെയ്യും. പടക്കം പൊട്ടുന്ന ശബ്ദം വെറൈറ്റിയാണ്. രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദത്തിലാണ് ഈ പടക്കം പൊട്ടുന്നത്. രാഷ്ട്രീയ നേതാക്കന്മാരുടെ ശബ്ദത്തിൽ പടക്കം പൊട്ടുന്നത് അത് ചെയ്ത് നോക്ക്. ഇവര് കൈ അടിക്കുവാണെങ്കിൽ
അപ്പൊ എല്ലാ ചേട്ടന്റെ ഫാൻസ് ആണ്. അപ്പൊ രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദത്തിൽ പടക്കം പൊട്ടുന്നു എങ്ങനെയാണെന്ന് കേൾക്കാം. ആദ്യമായിട്ട് ഈ പടക്കം പൊട്ടിക്കാൻ പറ്റുന്ന മറ്റാരും നമ്മുടെ എല്ലാം പ്രിയങ്കരായ ശ്രീ അച്യുതാനന്ദൻ സാറിന്റെ ശബ്ദത്തിലാണ് ഈ പടക്കം പൊട്ടുന്നതെങ്കിൽ എങ്ങനെ നോക്കാം. ഒന്ന് അടുത്തത് ഒരു സമാധാനപരമായിട്ട് രാഷ്ട്രീയത മുന്നോട്ട് കൊണ്ട് നമ്മുടെ ആന്റണി സാറാണ് ഈ പടക്കം പൊട്ടിക്കുന്നത്. ആന്റണി സാർ ഇത്ര ഉണ്ടാകത്തുള്ളൂ. ഈ പിള്ളേരൊക്കെ പിടിക്കാറുണ്ട്. പിള്ളേരുടെ മുമ്പിൽ പടക്കം പൊട്ടിക്കാൻ പിള്ളേർ പേടിക്കാറുകൊണ്ട് വന്നു ഇങ്ങനെ കണ്ടേച്ച് പിള്ളേർക്ക് മുമ്പ് പറഞ്ഞിട്ട് പോകുമ്പോഴാണ് വെള്ളാപ്പള്ളി സാറിന്റെ ശബ്ദത്തിൽ വെള്ളാപ്പള്ളി ഈ ചേട്ടനെ കണ്ടപ്പോ ഇത്ര പ്രതീക്ഷയില്ലാട്ടോ. നല്ലൊരു കയ്യിൽ കൊടുക്കണം. നിങ്ങളുടെ നാട്ടുകാരുടെ അറിഞ്ഞ ഇത്ര കഴിവുകളാണെന്ന് വിചാരിച്ചില്ല. അപ്പൊ ഏതായാലും ഇനി എന്തെങ്കിലും പെർഫോമൻസ് ചെയ്യാൻ തുടങ്ങി. മോഹൻലാൽ സാറിന്റെ ശബ്ദമൊന്നും ചേട്ടാ വെറുതെ ഇപ്പൊ ഏതായാലും ഇത്ര കീഴ് നിൽക്കുകയാണെങ്കിൽ മോഹൻലാലിന്റെ ശബ്ദം. കാരണം മോഹൻലാൽ ഫാൻസ് ആണ് ഇവിടെ ഉള്ളത്. മോഹൻലാലിന്റെ ഫാൻസ് ഉണ്ടെങ്കിൽ നല്ലൊരു കയ്യിലേക്ക് മോഹൻലാലിന്റെ ഫാൻസ് കേട്ടോ. ഇത്ര ആൾക്കാർ ഇവിടെ ഉണ്ട്. ചേട്ടൻ ലാലേട്ടന്റെ ശബ്ദം അനുകരിക്കാൻ പോവുകയാണ്. ഇത്ര ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കൾ അതുകൊണ്ടാണ് നമ്മുടെ കൂടെ. അതുകൊണ്ട് തന്നെ പോയാലും വലിയ പ്രശ്നം വരില്ല. എന്നാലും ലാലേട്ടന്റെ ശബ്ദം അനുകരിക്കണം. ഓക്കെ ഹലോ ഹലോ ശരി എക്കോ ഇതിനകത്ത് കേട്ടോ ഡീലേക്കോ ഹലോ എന്നാ കേട്ടാലോ. ലാലേട്ടന്റെ 6-ാം തമ്പുരാൻ എന്ന സിനിമയിലൊരു ഡയലോഗ് എടുത്തു നോക്കാതെ സംഗീതം അലഞ്ഞിട്ടുണ്ട്. നിലാവിൽ യമനിയുടെ കരയിൽ നക്ഷത്രം എണ്ണിക്കിടക്കുന്നവന് ഒരു വെളിപ്പാടുണ്ടാവും. എന്താ ഗ്വാളികളിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ എന്തിനാണ് ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം. സൂര്യൻ കറക്റ്റ് പോയിട്ടുള്ള പൂർണ്ണവും അതുപോലെ തന്നെ സത്യം ഒളിച്ചു വയ്ക്കാൻ മറച്ചു വയ്ക്കാം. പക്ഷെ ഒരു നാളത് പുറത്ത് വരുന്ന സബ്സുപ്രീം ഓഫ് പോലീസ് shall I remind you something unbecoming അപ്പൊ ഏതായാലും വളരെ ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ നമ്മുടെ നാട്ടുകാരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? അപ്പൊ ഞാനൊരു ഒറ്റ കാര്യം കൂടി ചെയ്ത് ഒരു പാട്ട് കൂടി പാടി അവിടെ നിന്ന് ഇത് ചെയ്യും. അതിന് മുമ്പായിട്ട് ഞാനൊരു 3 അമ്മമാരെ ഇതിലേക്ക് ക്ഷണിക്കണം. 3 ചേച്ചിമാരെ നിർത്തുന്നത് പ്ലീസ് ഇൻ ഫ്രണ്ട് ഓഫ്. അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെട്ടേക്കാം. നല്ല നമ്മുടെ മത്സരാർത്ഥികൾ നല്ലൊരു ഐഡിയ കൊടുത്തു. അപ്പൊ നമ്മുടെ മത്സരത്തിന്റെ പേരുള്ളറിയാം. രോഹിണി റീജ. മറ്റൊന്നുമല്ല, അതൊരു കണക്കിലെ കളിയാണ്. കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചടി കുടിക്കേണ്ട കാര്യമില്ല. 10 വരെ കളിയുള്ളൂ. 10 വരെ എനിക്ക് അറിയാവുള്ളൂ. അപ്പൊ ഒന്നെന്ന് ഞാൻ പറഞ്ഞാൽ അടുത്തേക്കും 2 എന്നാ പറയാവുള്ളൂ. ഒന്നെന്ന് പറഞ്ഞാൽ അടുത്തേക്ക് 2 അടിയും 2 എന്ന് പറയുന്നത് 2 എന്ന് പറയും. 2 എന്ന് പറയുമ്പോൾ 3 എന്ന് പറയരുത്. 3 എന്ന് പറയാം. 3 എന്ന് പറയുമ്പോൾ 4 എന്ന് പറയരുത്. മലയാളം പറയുമ്പോൾ ഇംഗ്ലീഷ് പറയുമ്പോൾ മലയാളം. ചരക്ക പടയ്ക്കുന്ന പറഞ്ഞ നടൂർ ഗോപാലകൃഷ്ണന്റെ മക്കൾ അവർക്ക് നാളെ പരിപാടിയുണ്ട്. തുടങ്ങാം 10 വരെ. ടപ്പേ ഗൾഫ് കൊണ്ടുവരുന്ന മനോഹരമായ സമ്മാനം. 1 2 കറക്റ്റ്. 4 5 5 എന്ന് പറഞ്ഞപ്പോ ഒരു കാറ്റ് വന്ന് മുഖത്തേക്ക് ഒറ്റടി പല്ലിന് വിടവുണ്ട്. 6 6 ആരാണ് 6 എന്ന് പറഞ്ഞപ്പോ 6 തർജ്ജിമ ഭാഷ. 4 എവിടെയോ പരിചയമുണ്ട്, പഠിച്ചിട്ടുണ്ട്. 3 പ്ലീസ് ഇൻസൈഡ് ഓഫ് ദി ഗെറ്റ് ഔട്ട്. ഇത് ചൂടൻ പഴംപൊരിയല്ലേ ഇങ്ങനെ പോകാൻ. 10 1 2 പാവം ഒന്ന് ഡിസ്റ്റിങ്ഷൻ മേടിച്ചിട്ട് പോകേണ്ട വിദ്യാർത്ഥിയാണ്. കയ്യിൽ നിന്ന് പോയി അവസാനം കമ്പനിക്ക് തന്നെ. 3 അയ്യോ 3 എന്ന് പറയാൻ വലിയ അല്ലേ 6 5 അല്ല പറഞ്ഞിട്ട് കാര്യമില്ല. ഓണമാണ് ചവിട്ടിത്താത്തില്ല. 6 5
മനോഹരമായ പത്രയുടെ ലേസ്. തോറ്റവരെ വെറുതെ ഗൾഫ് കമ്പനി ക്യാമറ എന്റർപ്രൈസസ് നൽകുന്ന സെയിം സാധനം പത്രയുടെ. പിന്നെ വിടുന്നില്ല നമ്മുടെ 10 ഓഫ് ക്ലബ് ഓഫ് ദി ഇയർ തരുന്ന അതേ കളർ പത്രയുടെ. പിന്നെ ഇതിനകത്ത് വേറെ കേസുണ്ട്, 25% ഡിസ്കൗണ്ട് ഉണ്ട്. പക്ഷേ ഇത് ദൂർത്തടിക്കരുത്, കമ്പനി ഇട്ടത് തന്നെയാണ്. എന്തായാലും നല്ലൊരു കാര്യം നമുക്ക് 3 പേർക്ക് സമ്മാനിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ എൻ്റെ ആധാരം കൂടെ തന്നെ എനിക്ക് പോകണമെങ്കിൽ പണിയെടുത്ത് ഇതിൽ പോലെ അതിൽ പോയി. ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞോ നെടുമണത്ത് ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. ആ സൗഖ്യത്തിലെ നീ അറിഞ്ഞോ നെടുമണത്ത് ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. I love you. Happy Olam. ഇഷ്ടപ്പെടുക so much. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയാ, മണിച്ചേട്ടൻ്റെ നാടൻ പാട്ടില്ലാത്തൊരു വേദിയില്ല. കാരണം നമ്മൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ചാലക്കുടിക്കാരൻ കനത്തമുത്ത് നമ്മുടെ സ്വന്തം കലാഭവൻ മണിച്ചേട്ടൻ. അപ്പൊ ഞാനും കുറച്ച് നാടൻ പാട്ടുകൾ പാടാൻ ഉപ്പോളം വരില്ല. പച്ചരി ചോറുണ്ട്, പച്ചമിച്ചാറുണ്ട്, വീട്ടിൽ കൊടുത്തത് അപ്പച്ചൻ കൊണ്ടുപോകും, അമ്മച്ചിയെ തല്ലിട്ട് കൊണ്ടുപോകും. ഷപ്പിൽ കള്ളി അപ്പച്ചൻ പാടുമ്പോൾ അത്തൊരു ചോണ പോലെ കട മൊട്ടയ്ക്ക് പാടുപോലെ ആടണം പാടുകണം, എനിക്ക് പാടി കുടിക്കണം, ആടണം പാടുകണം, എനിക്ക് ആടി കുടിക്കണം, കേൾക്കണം, എന്റെ കഥ നീയൊന്ന് കേട്ടിടണം, എൻകൊണ്ട് ജീവിക്കണം, അശയുള്ള വെള്ളം നീ കേട്ടിടണം. ആദ്യമേ നമ്മുടെ ഈ കൊച്ചു മുഖത്തൊരു കയ്യടി കൊടുത്ത് വിളിച്ചപ്പോൾ തന്നെ വേണ്ടോ, അങ്ങനെ വേണം. അവിടെ നല്ല വേറെ ആരെങ്കിലും ഉണ്ട് ഡാൻസ് പോലെ ധൈര്യം എടുക്കാം.
നമ്മുടെ പ്രോഗ്രാമല്ലേ. കല്ലുമരത്തിന്റെ സമ്പാദി തന്നിട്ട് എന്റെ പങ്കை മലർത്തി മകനെ എവിടെ കഴിഞ്ഞില്ലേ ഇതുപണി ഇവനാണെന്ന് കെട്ടിക്ക് ചാമ്പിലോണടിച്ചു പച്ചൻ താമസ ചാമ്പിലെത്തി എത്ര മക്കമ കെട്ടിക്ക് നട്ടണം ഇവിടെ നിൽക്കുന്നുണ്ട് തമ്മക കൊമ്പന്റെ കൊമ്പനമ്മ നാട് വിട്ട് നിങ്ങൾക്ക് കുട്ടികൾ അഞ്ചു പ്രിയന്മാരെല്ലാരും ഇങ്ങനെ നോക്കിയാൽ എന്തൊരു സന്തോഷം മനസ്സിന് എന്തൊരു സന്തോഷം ആണുങ്ങളാരും അതില്ലാത്ത നേരത്ത് മങ്ങി പതുങ്ങി വരും കൂട്ടുകാർ കൊഞ്ചു കുഴഞ്ഞുകൂടാൻ അപ്പച്ചൻ കാപ്പിരി വീലി കിടക്കുമ്പോ മഴയത്ത് വീടെല്ലാം ചോർന്നു പൊല്ലിക്കും നാട്ടാരി കണ്ടിട്ട് കുറ്റം പറയും തങ്ങമ്മ കേട്ടാതെ വീട്ടിലിരിക്കും വീട്ടിലെ ഞാനത് കേൾക്കുമ്പോ പൊട്ടിക്കടഞ്ഞു പോകും മനോ പൊട്ടി തകർന്നു പോകും ആടണം പാടേണം ആടണം പാടേണം എന്റെ കഥ നീന്ന് കെട്ടിടണം എൻകൊണ്ട് ജീവിക്കണം അസലുള്ള പെണ്ണെന്ന് കെട്ടിടണം പെണ്ണിനെ കണ്ടേ പെണ്ണിനെ കൊട്ടേരി ആളെക്കൂടി കട്ടക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള പെങ്കാരി പെണ്ണിനെ കണ്ടേ പെണ്ണിനെ കൊട്ടേരി കയ്യുള്ള വിളിക്കണം മനുഷ്യന്റെ നാടൻപാട്ട് ഇഷ്ടപ്പെടുത്തി പൊള്ളിക്കണം നോക്കല്ലേ അടിച്ചു പൊള്ളിക്കണം നോക്കേ കണ്ടുപൊട്ടിച്ച് എന്നെ മോളെ കണ്ടതിലക്കല്ലേ വേലായോ എന്നെ മോളെ കണ്ടതിലക്കല്ലേ വേലായോ ചേട്ടന്മാരാ ഓക്കെ പണ്ടത്തെ കാലം പോയി പെണ്ണങ്ങളെ പോലീസായി ജാമിക്കിട്ട മുല്ലായി പാകും വേലായിട്ടോ ജാമിക്കിട്ട മുല്ലായി പാകും വേലായിട്ടാ പകല് മുഴുവൻ പണിയെടുത്ത് വിത്തണാച്ചിന് കണ്ടുപിടിച്ച് എന്നെ മോളെ കത്തത്തിലക്കല്ല വേലായോ എന്നെ മോളെ കത്തത്തിലക്കല്ല വേലായിട്ടാ പകല് മുഴുവൻ പണിയെടുത്ത് വേലായോ എന്നെ മോളെ കത്തത്തിലക്കല്ല വേലായിട്ടാ എന്നെ മോളെ കത്തത്തിലക്കല്ല വേലായിട്ടോ എന്നെ മോളെ കത്തത്തിലക്കല്ല വേലായിട്ടാ എന്റെ മോളെ കത്തത്തിലക്കല്ല
നമ്മുടെ വേലായുധന്മാരെ ഹാപ്പി ഓണം. Nokia, ni con mafia, cappuccino, coffee, Sofia. Kallum Nokia, ni con mafia, cappuccino, coffee, Asia. നമുക്കുൾ ശില്പം നീ ഉള്ളിൽ ഒട്ടിക്കൊണ്ടില്ല, ചിന്നവെല്ലെ പണ്ടില്ല താനടി. ஐவா அழகே பாபா, கண்ணும் நோக்கியா, நீ கொள்ளும் மாஃபியா, cappuccino, coffee, Sofia. இந்த பூமியில் நான் முதலிரவேயோ வரிசையில் இந்த பூமியில் நான் முதலிரவேயோ Nokia, Sofia. Sofia. Kallum Nokia, ni con mafia, cappuccino, coffee, Sofia. നമുക്കുൾ ശില്പം നീ ഒന്നിൽ വീട്ടിക്കൊണ്ടുള്ള ചിന്തകളെ കൊണ്ടുള്ള കണ്ണും നോക്കിയ നീ കൊള്ളും മാഫിയ cappuccino, coffee, Sofia. Nokia, Sofia, Nokia, Sofia, Nokia, Sofia, Nokia, Sofia. പുഷ്പങ്ങൾ പൂമഴ പെയ്തു സ്വപ്നങ്ങളുണരും ഉന്മാദലഹരി സ്വപ്നങ്ങളുണരും ഉന്മാദലഹരി സ്വർഗീയ സ്വരമാധുരി ഗന്ധർവ स्वरमाधुरी। इस दुनिया में अगर जन्नत है
You are my gunny money. Johnny money, Johnny. So why you won't flex some money? Papa, big papa, in the New York life, big papa. We are New York boys, papa. Sorry, papa. പയ്യൻ ഈ കണ്ടുമുട്ടൽ സ്വപ്നങ്ങളിൽ മാത്രമാണ്. ഏതായാലും നിന്റെ ഡാൻസ് വളരെ ഗംഭീരമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർക്കായി നമുക്ക് ഒരുമിച്ച് ചുവടുവയ്ക്കാം. ഹിന്ദി സിനിമയിൽ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ പദവി ലഭിച്ച താരമായിരുന്നു രാജേഷ് ഖന്ന. നിരവധി അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ച അദ്ദേഹത്തിന് ശേഷം പല താരങ്ങളും ഹിന്ദി സിനിമയിൽ വന്നിട്ടുണ്ടെങ്കിലും പിന്നീട് അത്തരത്തിൽ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് വന്ന താരമായിരുന്നു കാശുമില്ല, സ്നേഹവും. വേറൊരുത്തന്റെ കയ്യിലിരിക്കണ കാശ് നമ്മുടെ പോക്കറ്റിൽ എത്തിക്കുന്നതല്ലേ ഈ കച്ചവടം. അതൊരു കലയല്ലേ? അതിന് ഈ കലി കൊണ്ട് വല്ല കാശുണ്ടടാ. കാരാട്ട കോപ്പ് ആരണ്ടവൻ നാണം കെടുത്താനായിട്ട്. നിനക്കടിക്കണം നിനക്കടിക്കണാന്ന് പിടിച്ചു പൊളിക്കണം പന്നീന. നമ്മളെ കാണൂല.
ഒരു ആർപ്പോളിങ്ങാവോ
நதியின் மடியில் காத்து கிடக்கின்றேன் முகத்தில் இருக்கும் முழுதும் நேர்கின்றேன் போர்வை என்னை சூழும் மெல்ல மெல்ல மூடும் தாழ்ந்து விழியை தேடினேன் உன்னிடம் வா பெண்ணே பாதம் எங்கும் சாவின் ரணங்கள் நரகமாகும் காதல் கணங்கள் ஒரு முறை மடியிலே உறங்குவேன் வா பெண்ணே தாமதிக்கும் ஒவ்வொரு கணமும் தவணை முறையில் மரணம் நிகழும் அருகில் தாராயம் விரல்கள் தாராயம் உயிரின் உயிரே உயிரின் உயிரே நதியின் மடியில் காத்து கிடக்கின்றேன் நீராடுகள் நீரை வாய் முகத்தில் இருக்கும் முழுதும் வேர்க்கின்றேன் நகரும் நெருப்பாய் கொண்டு விட்டேன் அணைந்து பின்பும் மணலின் மேலிருந்தேன் அடுத்தப்பல்ல தங்கப்பல்ல அடுத்தப்பல்ல சிங்கப்பல்ல நூல் இப்போ நான் கொட்டி என்ன சொல்லி எடுப்பேன் தந்தை என்னை யாரும் இசைக்கு கையிடணும் அது கையிட செய்யுமா என்னோட பலம் இரண்டதுள் தூரப்பட்ட தோணியில கூட இருந்ததுள் தாகம் வந்த கேணியில தாகம் வந்த கேணியில தண்ணீர் ததுள் தாகம் வந்த கேணியில எத்தி வைக்க தூள் அன்று சக்கி மாட்டா அடுத்தப்பல்ல திங்கப்பல்ல அடுத்தப்பல்ல சிங்கப்பல்ல தோடாயிரம் பொட்டி சொல்லி எடுக்கட்டும் தொடையினை யாரும் जरा तुम्हें ही जो मजा है मजा ही तुझे आने आगे कि तुझको आज क्या हुआ है कि चुनता की जाने आए चुन 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 जरा तुम्हें ही जो मजा है मजा ही तुझे आने आगे Hello,
Kalian